കൊച്ചി നഗരം, ഗ്രീൻ ഹേവൻ അപ്പാർട്ട്മെന്റ്, ഫ്ലാറ്റ് നമ്പർ D 102. ആ ഫ്ലാറ്റിനുള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു വിദ്യ. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. തന്നെ സഹായിക്കാൻ ആരുമില്ല. എന്തു ചെയ്യും? പെട്ടെന്ന് ഡോർബെൽ അടിച്ചു. വിദ്യ ഒന്ന് ഞെട്ടി. വിദ്യ, വാതിൽ തുറക്ക്. പുറത്തു നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അവളുടെ മനസ്സ് പെട്ടെന്ന് 2 മാസം പിറകിലോട്ട് പോയി. അച്ഛനില്ലാത്ത വിദ്യയ്ക്ക് അമ്മ മാത്രമായിരുന്നു ഏക ആശ്രയം. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് രാഹുലിനെ പരിചയപ്പെടുന്നത്. തന്നോട് വലിയ ഇഷ്ടമായിരുന്നു അവന്. തൻ്റെ വീട്ടിൽ വന്ന് അമ്മയെ കണ്ട്, വിദ്യയെ എനിക്ക് കെട്ടിച്ചു തരണം, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം, എനിക്ക് കൊച്ചിയിൽ സ്വന്തമായിട്ട് ഫ്ലാറ്റുണ്ട്, നല്ല ജോലിയുണ്ട്, ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളിൽ താനും അമ്മയും വീണുപോയി. കല്യാണം കഴിഞ്ഞു 1 മാസം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ 1 മാസം കഴിഞ്ഞതും അവൾക്ക് മനസ്സിലായി, രാഹുൽ തന്നെ വിവാഹം ചെയ്തത് തൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ്. അയാൾക്ക് താൻ ഒരു കാഴ്ച വസ്തുവാണ്. അത്രയ്ക്കും സുന്ദരിയായിരുന്നു വിദ്യ. ഇന്ന് എൻ്റെ ചില ഫ്രണ്ട്സ് വരും, നീ അവരോട് നന്നായി പെരുമാറണം, രാഹുൽ പറഞ്ഞു. അവൻ്റെ ശബ്ദം വിദ്യയ്ക്ക് ഭയമായി തോന്നി. ആ രാത്രി അവൻ്റെ കൂട്ടുകാർ അവളോട് മോശമായി പെരുമാറാൻ തുടങ്ങി. പേടിച്ചു പോയ വിദ്യ ഓടി റൂമിൽ ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. ആർക്കും ബോധമുണ്ടായിരുന്നില്ല. നേരം വെളുത്തതിനു ശേഷമാണ് വിദ്യ റൂമിന് പുറത്തു വന്നത്. രാഹുൽ ബോധമില്ലാതെ സോഫയിൽ കിടന്നുറങ്ങുന്നു. ഹാളിലും മേശപ്പുറത്തും കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും ചിതറിക്കിടക്കുന്നു. ഇതായിരുന്നോ താൻ സ്വപ്നം കണ്ട ജീവിതം? താൻ എന്തിനാണ് ഇയാളെ ഇങ്ങനെ സഹിക്കുന്നത്? എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ തോന്നി അവൾക്ക്. പക്ഷേ തൻ്റെ അമ്മയെ ഓർത്തപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. ആ പാപത്തിന്റെ മനസ്സിൽ മകൾ സുഖമായി ജീവിക്കുന്നു എന്ന ആശ്വാസം മാത്രമേ ഉള്ളൂ. വാതിലിൽ തട്ടുകേട്ട് പെട്ടെന്ന് വിദ്യ തൻ്റെ ചിന്തയിൽ നിന്ന് ഉണർന്നു. പുറത്ത് രാഹുലും അയാളുടെ ഫ്രണ്ട്സും ഉണ്ടാവും. ഇന്ന് അവർ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. എപ്പോഴും തനിക്ക് സ്വന്തം രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അവൾ ഫോൺ എടുത്തു, ഒരു നമ്പർ ഡയൽ ചെയ്തു. അതിനുശേഷം ഫോണിൽ ക്യാമറ ഓണാക്കി ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഹാളിൽ ഒളിപ്പിച്ചു വെച്ചു. പിന്നെ വിറയലോടെ ചെന്ന് വാതിൽ തുറന്നു. ഒരടി. അവളുടെ കവിൾ പുകഞ്ഞുപോയി. ചി മറ്റവളെ, നീ എന്താക്കായിരുന്നു? എത്ര നേരമായി വന്നു നിൽക്കാൻ തുടങ്ങിയിട്ട്? നിന്റെ മറ്റവനുണ്ടോ ഇതിനകത്ത്? രാഹുലും കൂട്ടുകാരും അകത്തു കയറി വാതിലടച്ചു. വിദ്യ കരഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് ഓടി. ഡി വിദ്യേ, കുറച്ച് വെള്ളവും അച്ചാറും കൊണ്ടുവാ, രാഹുൽ വിളിച്ചു പറഞ്ഞു. പെട്ടെന്നു തന്നെ അവൾ അതെല്ലാം കൊണ്ടുകൊടുത്തു. റൂമിലേക്ക് പോവാൻ തിരിഞ്ഞതും അയാൾ പറഞ്ഞു, അവിടെ ഇരിക്കി, നിനക്കെന്താ ഇത്ര തിരക്ക്? എൻ്റെ ഫ്രണ്ട്സിനും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അവരോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും ഇരുന്നൂടെ നിനക്ക്? രാഹുലേട്ടാ, എനിക്ക് ഇങ്ങനെ കുടിക്കുന്നത് ഇഷ്ടമല്ല, കുടിക്കുന്നവരെയും ഇഷ്ടമല്ല. ഇതൊരു വീടാണ്, ബാറല്ല. ദിവസവും ഇവിടെ വന്ന് കുടിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് നാണമില്ലേ? എന്തു പറഞ്ഞടി നീ? രാഹുൽ അവളെ അടിക്കാൻ കൈ ഓങ്ങിയെങ്കിലും മദ്യം അയാളുടെ ബോധം തളർത്തിക്കളഞ്ഞു. ബോധമില്ലാതെ രാഹുൽ സോഫയിലേക്ക് വീണു. അത് കണ്ട് അവൻ്റെ കൂട്ടുകാർ വിദ്യയെ ഒന്ന് നോക്കി. അവൾ ഞെട്ടി. തിരിഞ്ഞു ഓടാൻ തുടങ്ങിയ വിദ്യയെ അതിലൊരുവൻ കയറി പിടിച്ചു. അയാളിൽ നിന്ന് കുതറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് വാതിൽ തട്ട് കേട്ടത്. അയാളെ തള്ളി മാറ്റി കീറിയ വസ്ത്രങ്ങളുമായി വിദ്യ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് പോലീസ്. അവൾക്ക് സമാധാനമായി. അവളുടെ കോലം കണ്ട പോലീസ് ആകെ ഞെട്ടി. ഹാളിലേക്ക് വന്ന പോലീസുകാര് ബോധമില്ലാതെ കിടക്കുന്ന രാഹുലിനെയും കൂട്ടുകാരെയും കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. നിങ്ങളാണോ ഞങ്ങളെ വിളിച്ചത്? അതില് ഉദ്യോഗസ്ഥനായ പോലീസുകാരൻ വിദ്യയോട് ചോദിച്ചു. അതെ സാർ, ഈ കിടക്കുന്നത് എൻ്റെ ഭർത്താവാണ്. ഇവരൊക്കെ അയാളുടെ ഫ്രണ്ട്സും.
ഒരുപാട് നാളായി ഇവരെന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. വിദ്യ ഒളിപ്പിച്ചു വെച്ച തന്റെ ഫോൺ എടുത്തു. അതിലെ വീഡിയോ അവർക്ക് തെളിവായി കാണിച്ചു കൊടുത്തു. അങ്ങനെ രാഹുലും കൂട്ടുകാരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും വിദ്യ അമ്മയുടെ അടുത്തേക്ക്. അവളെ കണ്ടതും അമ്മ പൊട്ടിക്കരഞ്ഞു. എല്ലാം പത്രങ്ങളിലൂടെ അവരറിഞ്ഞിരുന്നു. എന്നാലും എൻ്റെ മോളെ, നീ എന്തിന് ഇതൊക്കെ സഹിച്ചു? നിനക്ക് ഞാനുണ്ടായിരുന്നില്ലേ? വിദ്യയുടെ കണ്ണ് നിറഞ്ഞൊഴുകി.